ഋഷിരാജ് സിംഗ് രമേശ് ചെന്നിത്തലയെ സല്യൂട്ട് ചെയ്തില്ല എന്നതൊക്കെ ശരി തന്നെ. അതിന്റെ പേരിൽ ചെന്നിത്തലയും സർക്കാരും ചെയ്ത മറ്റു ചില കാര്യങ്ങളൊന്നും ന്യായീകരിക്കാൻ നിർവാഹമില്ല. വൈദ്യുതി മോഷണത്തിന്റെ പേരിൽ ടി.എച്ച്. മുസ്തഫ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ പിടികൂടി എന്നതാണല്ലോ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടാൻ കണ്ടെത്തിയ കുറ്റം. അതിന്റെ പേരിൽ സിംഗത്തെ ശിക്ഷിക്കുകയായിരുന്നു എന്നതാണ് ഉയരുന്ന ആരോപണവും. നിയമസഭയിൽ ഇക്കാര്യം സി ദിവാകരൻ നേരം പുലർന്നപ്പോൾ തന്നെ ഉന്നയിച്ചു. കേരളത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും നഷ്ടം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളുടെ ബില്ല് വലിയ ഒരു ശാപമായി, ഭാരമായി നിരവധി ടൈറ്റിലുകളിൽ കാശ് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കൺസ്യൂമറിൻ്റെ ഒരു ബില്ല് നോക്കിയാൽ സാർ, അതോടൊപ്പം ഈ ആൻറ്റി തെഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഈ കറണ്ട് മോഷണത്തിന് വിദഗ്ധമായ നടപടികൾ എടുത്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടോ? അങ്ങനെ വല്ല നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ അത് കണ്ടുപിടിച്ച ആളിന് വല്ല സമ്മാനം കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ കറണ്ട് മോഷണത്തിന്? ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളത്തെവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുത്തവൻ്റെ മോഷണം പിടിച്ചതിന് ശേഷമാണ് അതിൽ ഉദ്യോഗസ്ഥനെ മാറ്റി അതിനെ ആ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കിയത്. എന്താണ് സാർ? അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല സാർ. ആ ഒരു ഉദ്യോഗസ്ഥന് ഇതിൻ്റെ ചീഫായ ഒരാളെ മാറ്റിയിട്ടുണ്ട് സാർ. അദ്ദേഹം തന്നെ നിഷേധിച്ചു സാർ, അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത് എന്ന്. ഇതാണ് സാർ. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് തന്നെയാണ് സാർ ഓൺ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തത്. പിന്നെ എറണാകുളത്തല്ല ഒരു സ്ഥലത്തും ഈ തെറ്റ് വന്നതിൻ്റെ പേരിൽ ഒരിടപെടലും ഈ ബോർഡോ ഗവൺമെൻറ്റോ നടത്തിയിട്ടില്ല സാർ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭരണ നടപടികളിന്മേൽ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിക്കൂടാ എന്നുള്ളതുകൊണ്ട് ആര്യാട വചനം വിശ്വസിക്കുക. അതാണല്ലോ കാലങ്ങളായി ചെയ്തു പോരുന്ന ധർമ്മം. എല്ലാം പതിവ് പോലെ നടക്കട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.